വനിതാ സംവരണത്തിന്റെ മറവിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റാനുള്ള ബി.ജെ.പി. സർക്കാരിന്റെ നീക്കം നാണം കെട്ടതാണ്. ഈ ദേശവിരുദ്ധ പ്രവർത്തനം ഒരു കാരണവശാലും കോൺഗ്രസ് അനുവദിക്കില്ല. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ ലോകസഭയിൽ മുഴക്കിയ ഈ വാക്കുകൾ മോദിയെയും കൂട്ടരെയും അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിരിക്കുകയാണ്. They are the people of India. You are not the people of India. The people of India are something else. They also think that they are the armed forces. You are not the armed forces. The armed forces are something else. You are a political organization. You are not India and you are not the armed forces of India. വനിതാ സംവരണത്തിന്റെ മറവിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കാനുള്ള ബി.ജെ.പി. സർക്കാരിന്റെ വിവാദ നീക്കത്തിന് പാർലമെന്റിൽ കനത്ത തിരിച്ചടിയാണ് കേട്ടോ ഇന്നലെ ഏറ്റത്. മോദി സർക്കാരിനെ ഞെട്ടിച്ചുകൊണ്ട് വോട്ടെടുപ്പിൽ പ്രതിപക്ഷം നേടിയ ആ വൻ വിജയമുണ്ടല്ലോ, ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയൊരു ചരിത്രം തന്നെയാണത്. കാരണം 12 വർഷത്തിനിടയിൽ ആദ്യമായാണ് പ്രതിപക്ഷം ഇങ്ങനെയൊരു ഒത്തൊരുമയിൽ മോദിക്കെതിരെ തിരിയുന്നത്. വെള്ളിയാഴ്ച അഥവാ ഇന്നലെ രാത്രി 7:18 ഇന്ത്യൻ പാർലമെന്റ് അത്യന്തികം നാടകീയമായ ഒരു നിമിഷത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. വനിതാ സംവരണത്തിന്റെ പേരിൽ 2029 മണ്ഡല പുനർനിർണയം നടത്താനുള്ള 131 ഭരണഘടനാ ഭേദഗതി ബില്ല് വോട്ടിനിടുന്നു. ബി.ജെ.പി. കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നതാണ് അവർക്കത് പാസ്സാക്കിയെടുക്കാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എംപിമാരോട് പിന്തുണയും അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ ബി.ജെ.പി. ക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ നിശബ്ദമായി. ഹാജരായ 528 എംപിമാരിൽ 2 ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 352 വോട്ടുകൾ വേണമായിരുന്നു. എന്നാൽ സർക്കാരിന് ലഭിച്ചതോ വെറും 298 വോട്ടുകൾ. 230 എംപിമാർ ഒറ്റക്കെട്ടായി ബില്ലിനെതിരെ വോട്ട് ചെയ്തു. ഇതോടെ മോദി സർക്കാരിന്റെ ആ വലിയ ക്രൂരമായ നീക്കം പാളിപ്പോയിരിക്കുന്നു. എന്തിനായിരുന്നു രാഹുൽ ഗാന്ധി ഇതിനെ ഇത്ര ശക്തമായി എതിർത്തത് എന്നതല്ലേ? അതിന് അദ്ദേഹം നൽകുന്ന മറുപടി വളരെ വ്യക്തമാണ്. വനിതാ സംവരണം ഒരു മറയാണ്. This is an attempt to change the electoral map of India using and hiding behind India's women. അസം, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ചെയ്തതുപോലെ മണ്ഡല പുനർനിർണയത്തിലൂടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മൊത്തമായി ബി.ജെ.പിക്ക് അനുകൂലമായി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനെ തടയേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. ഇതോടൊപ്പം രാഹുൽ ഗാന്ധി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് കേട്ടോ. അതിങ്ങനെയാണ്: ഈ ബില്ല് ഒരു ഗൂഢാലോചനയാണ്. ഒ.ബി.സിയെയും ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. I want to ask, corporate India, entire financial structure of India, where are the Dalits? Where are the OBCs? Where are the Adivasis? ജാതി സെൻസസ് ഒഴിവാക്കി ഭരണഘടനയ്ക്ക് മുകളിൽ മനുവാദം പ്രതിഷ്ഠിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്കും സൈന്യത്തിനും പിന്നിൽ മോദി ഒളിച്ചിരിക്കുന്നത് നിർത്തുവെന്നും അധികാരത്തിൽ തുടരാൻ വേണ്ടി ചെറിയ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നത് രാജ്യവിരുദ്ധമാണെന്നും അദ്ദേഹം സഭയിൽ ആഞ്ഞടിച്ചു. ഇന്ദിരാഗാന്ധിയും വാജ്പേയിയും ഇത്തരം നീക്കങ്ങളുടെ അപകടം തിരിച്ചറിഞ്ഞ് അത് മരവിപ്പിച്ചവരാണെന്നും രാഹുൽ ഓർമ്മിപ്പിക്കാൻ മറന്നില്ല കേട്ടോ സഭയിൽ. ഈ വിജയത്തിനു പിന്നിൽ പ്രതിപക്ഷ നിരയുടെ കരുത്തുറ്റ ഐക്യം തന്നെയാണുള്ളത്. ബംഗാളിലെ തിരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും തൃണമൂൽ കോൺഗ്രസ് എംപിമാരെ പാർലമെന്റിലെത്തിച്ച മമതാ ബാനർജിയോടും അഭിഷേക് ബാനർജിയോടും രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പ്രത്യേകം നന്ദി പറഞ്ഞിട്ടുണ്ട്. മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയായി ഒന്നിച്ചു നിന്നാൽ എന്തും സംഭവിക്കാമെന്നതിന്റെ കൃത്യമായ തെളിവ് കൂടിയാണ് ഈ വോട്ടെടുപ്പും അതിലെ ഐതിഹാസികമായ ഈ വിജയവും.